വരുന്നുണ്ട്. ഇതെല്ലാം നടക്കും. കൊറേ നേരമായല്ലോ, അവർ കാണാനില്ലാതെ. നീ ഒന്ന് പോയി നോക്കിയേ അവരോടെ ഒന്ന്. വരുന്നുണ്ട്. പപ്സ് എടുക്ക്. അയാൾ വരുന്നുണ്ട്. എന്താ കാണിക്കുന്നത്? കുറച്ചിരിക്കും. ആളെ കൊല്ലല്ലേട്ടാ. നീയല്ലേ കൊളാക്കോ? അറിയാൻ പറല. ഇത് ചായ കാപ്പിയ? അല്ലടാ ചാപ്പി. ചാപ്പിയ? നമുക്ക് ഈ ചായയും കാപ്പിയും കൊണ്ടു നടക്കുന്ന ആളല്ല നമുക്ക് വേറെ ലെവലാണ്. മതി മതി, നിന്റെ പീസ് കൂടാനുള്ള പരിപാടിയാണല്ലേ. നമ്മളിതൊക്കെ കുട്ടികളുണ്ടോ? ആ, അകത്തും പുറത്തൊക്കെ ആയിട്ട് 5-6 ഉണ്ട്. അതിന് നമ്മൾക്ക് കല്യാണം കഴിച്ചോ? ഫ്രഷാ ആണോ? അല്ലേ എന്തായി? പ്ലാൻ ബി പൊട്ടില്ലായിരിക്കും അല്ലേ? ഇടുക്കട സാധനം പ്ലാൻ ബി പണ്ടം വരെ പുറത്തു പ്ലാൻ ബി പ്ലാൻ ബാലസുത. നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. എല്ലാവരും അവരവർക്ക് അറിയാവുന്ന ഉത്തരം എഴുതിയാൽ മതി. ആരെങ്കിലും കോപ്പി അടിക്കുന്ന ക്ലാസിന്റെ പുറത്തു കൊണ്ടിരും. ഞാൻ സ്റ്റാഫ് റൂം പോയിട്ട് വരാം. പിന്നെ രണ്ടുപേർക്ക് ഒരേ കളിയാടാ ആണെന്ന് തോന്നുന്നു. ഒരു കടിക്ക് 2 പക്ഷി. എടാ നാളെ രാവിലെ സിനിമയ്ക്ക് പോകണം. പക്ഷെ ക്ലാസ് കട്ട് ചെയ്തോലും നടക്കൂല, പറ്റൂല. ക്ലാസ് കട്ട് ചെയ്ത് പോവാന്ന്. എടാ പറഞ്ഞോളൂ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. റെഡി? കുറച്ച് പേഴ്സണലാ. നിങ്ങൾ പൊക്കോ, എനിക്ക് വിഷ്ണുവിനോട് സംസാരിക്കാനുള്ളേ. നീ പോ, ഞാൻ വന്നോളാം. ശരി എന്നാൽ പോടാ. എന്തായിരിക്കും ഇവിടെ കാര്യം? ആണോ? എന്തടി അമരോട് വെയിറ്റിംഗാ. നീ കാര്യം പറ. അത് നിന്നോട് കുറച്ച് നാളായി ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു. എന്താ കാര്യം? എനിക്ക് നിന്നൊരാൾ ഇഷ്ടമാണെന്ന് പറയാൻ പറഞ്ഞു. ഇതാർന്നോ? ഇപ്പൊ എന്താ കിട്ടിയാനെ? നീ എന്താ വിചാരിച്ചേ ഞാൻ നിന്നെ പ്രേമിക്കാൻ പോവാണെന്നോ? അല്ല അങ്ങനല്ല. എന്നാലും എടാ നീ എന്റെ ബ്രോ അല്ലേടാ. എന്താ നിന്റെ അഭിപ്രായം? അത് നീ വിട്. നീ പെൺകുട്ടിയാകാൻ പറ. ഓ, ചെക്കൻ്റെ ഒരു ധൃതി കണ്ടില്ലേ? അതൊക്കെ പറയാം, ചെലവുണ്ട്. നിന്റെ ഒരു ചെലവ് നീ പറ പ്ലീസ്. ആദ്യം ചെലവ്, അത് കഴിഞ്ഞാ പറയുള്ളൂ. നീ പറയണ്ടോ? ടീന, ടീന നിക്ക് പ്ലീസ്. നീ പറഞ്ഞിട്ട് പോ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, പ്രസംഗത്തിലായാലും എഴുത്തിലായാലും ശരി, മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുക എന്നത് ഒരു കലയാണ്. മറ്റുള്ളവരെ ആകർഷിക്കുക, മറ്റുള്ളവരെ, അതാണ് പ്രസംഗകല. അതായത് അമേരിക്കയിലെ മുൻ പ്രസിഡന്റായിരുന്ന മഹാനായ ആരുടെ കക്ഷി? ലവ് മാറ്റർ വല്ലതാണോ? മറുപടി ഉടനെ പ്രതീക്ഷിക്കുന്നു. ചെയ്യാൻ കഴിയുമോ? അവിടെ ഒരു ലാളിത്യമുണ്ട്. അവിടെ ലാളിത്യമുണ്ട്. എവിടെ ലാളിത്യമുണ്ട്? ഭാഷയിൽ. മലയാള ഭാഷയിൽ ലാളിത്യമുണ്ട്. നിന്റെ കയ്യിലെന്താണ്? നിന്റെ അച്ഛനാടാ പട്ടി. ചിരിക്കാൻ പറഞ്ഞില്ലല്ലോ. ഇതാരെഴുതിയ? ചോദിച്ചത് കേട്ടില്ലേ? ഇത് ആരെഴുതിയതാണെന്ന്?
വിഷ്ണു ആണ്. ഏ? വിഷ്ണു. വിഷ്ണു സാർ സ്റ്റാൻഡ് അപ്പ്. പെട്ടല്ലോ. ഇത് നീ എഴുതിയാണോ? ആണെന്നാ തോന്നണേ. തോന്നണം. ആണോടാ? ഇത് നീ എഴുതിയാണോന്ന് ചോദിച്ചാൻ. ആ നിന്റെ അച്ഛനാടാ പട്ടി. ഇതെല്ലാം മലയാളം ശരിയല്ല. ഞാൻ കറക്റ്റ് ഇതിലെ മലയാളം ശരിയല്ല. അല്ല നിന്റെ അച്ഛനാടാ പട്ടി. ഒന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ പട്ടി, അല്ലെങ്കിൽ നിന്റെ അച്ഛൻ അമ്മ ആട്. ഇത് നിന്റെ അച്ഛനാടാ പട്ടി എന്നാണ്. ഇവനെയൊക്കെ മലയാളം പഠിപ്പിക്കണ എന്നെ വേണം തല്ലാൻ. അയ്യോ വേണ്ട വേണ്ട വേണ്ട. അവള് പറയണ കേട്ട് കാത്തിരിക്കണ നമ്മളാണ് മണ്ടന്മാര്. ഞാൻ എനിക്ക് ടിവിയിലെ ബോക്സിംഗ് ഉണ്ട്. വിഷ്ണു നിന്റെ അച്ഛനെ തല്ലല്ല കളിയല്ലേ? എന്താണ്? എന്തടി? ടീന തരാൻ പറഞ്ഞതാ. നാളെ പറയാമെന്ന് ടീന തീരുമാനമായില്ലേ? നമുക്ക് പോവാല്ലേ? വിഷ്ണു. ആടാ, ടീന പറഞ്ഞ ആ കുട്ടിയില്ലേ, അതൊന്നല്ല ആരായിരിക്കും? എനിക്ക് വല്ല ഐഡിയ ഉണ്ടോ? അറിയാടാ. ആണോ? ഒന്ന് പറടാ. സണ്ണിലാണ് പോയത്. ഇവന്റെ കാര്യം എന്താ കളിക്കരുത്. നിനക്ക് എന്നാത്തിന്റെ കളിയാണ് രാത്രി ഉറങ്ങാൻ സമ്മതിക്കില്ല. എല്ലാം കുളമാക്കി. അയ്യേ, അവന്റെ ഒരു ഉറക്കം ഒന്ന് പോടാ. ഈ തെണ്ടി മുടി വെട്ടിയാലേ കുടിക്കുള്ളൂ. ഒരു കാര്യം ചെയ്യാം, എന്റെ കൂടി ഇപ്പൊ തന്നെ കേട്ടോ. പിടിക്ക് പിടിക്ക്. സൈലൻസ് സൈലൻസ്. എന്താ ഇത് ചന്തേ? ഇന്ന് മുതൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഒരു പുതിയ ടീച്ചറാണ്. സ്നേഹ ടീച്ചർ സർക്കാർ സർവീസിൽ ജോലി കിട്ടിപ്പോയി. എന്താണ് നിങ്ങൾ ടീച്ചറോട് ചെയ്തതെന്നൊക്കെ എനിക്കറിയാം. ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ക്ഷമിച്ചാണ്. എൻ്റെ സ്വഭാവം മാറ്റാൻ നിൽക്കരുത്. സ്വഭാവം മാറ്റിയ സാറ് നന്നായി. എന്തുമാ? നീ വല്ലതും പറഞ്ഞാ? ഞാൻ പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. ദേ സെയിം തല തൻ്റെ മോനാണോ? പിള്ളേരോടൊരു കാര്യം പറയാം. ഓക്കെ ആയിക്കോട്ടെ. നിങ്ങൾ 5 പേരും നല്ല നടപ്പിന് നടന്നു. നിങ്ങളെക്കുറിച്ച് പ്രിൻസിപ്പൽ ടീച്ചറോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. സ്നേഹ ടീച്ചറോട് കാണിച്ച നമ്പറൊന്നും ഈ ടീച്ചർ എടുത്ത് നടക്കില്ല മക്കളെ. എന്നാ അടിയൻ അങ്ങോട്ട് പോട്ടെ. ശരി പോയിക്കോ. ഉത്തരവ്. എടാ, ഇങ്ങനൊരു പണിയോട് നീ പുതിയത് എവിടെ നിന്ന് എന്തെങ്കിലും എന്താണ് എന്താന്ന് വെച്ചിരിക്കണേ?